റെയിൽവേ ട്രാക്ക്മാൻമാർ ഒരു വലിയ ചുറ്റിക കൊണ്ട് ട്രാക്കിൽ അടിക്കുന്നത് കാണുമ്പോൾ അവർ വെറുതെ ശബ്ദമുണ്ടാക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ട്രാക്കിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു വില്ലനെ തിരയുകയാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ടൺ ഭാരമാണ് ഈ ട്രാക്കുകളിലൂടെ കടന്നുപോകുന്നത്. കാലപ്പഴക്കം കൊണ്ട് ഈ കടുത്ത സമ്മർദ്ദം കാരണം കട്ടിയുള്ള സ്റ്റീൽ ട്രാക്കിന്റെ ഉള്ളിൽ വളരെ ചെറിയ വിള്ളലുകൾ ഉണ്ടാകാൻ തുടങ്ങും. ഈ വിള്ളലുകൾ ഉള്ളിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് വെറും കണ്ണുകൊണ്ട് ഇത് കാണാൻ കഴിയില്ല. ഇത് കണ്ടുപിടിക്കാൻ ട്രാക്ക്മാൻമാർ പ്യുവർ ഫിസിക്സിനെയാണ് ആശ്രയിക്കുന്നത്. ഒരു നല്ല ട്രാക്കിൽ ചുറ്റിക കൊണ്ട് അടിക്കുമ്പോൾ അത് ഉയർന്ന ഫ്രീക്വൻസിയുള്ള ഒരു ശബ്ദ തരംഗമുണ്ടാക്കുന്നു. ട്രാക്ക് ഉള്ളിൽ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് ഈ തരംഗം യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ടു പോകുകയും നല്ല തെളിഞ്ഞ ഒരു കിലുക്കം പോലുള്ള ശബ്ദമുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ട്രാക്കിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വിള്ളലുണ്ടെങ്കിൽ ഈ ശബ്ദതരംഗം ആ വിള്ളലിനിടയിലെ വായുവിൽ തട്ടുന്നു. അപ്പോൾ ശബ്ദം മുന്നോട്ടു പോകാതെ ചിതറിപ്പോകുകയും അതിന്റെ ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ട്രാക്കിന്റെ ശബ്ദത്തെ പെട്ടെന്ന് മാറ്റിക്കളയും. ആ നല്ല കിലുക്കമുള്ള ശബ്ദത്തിന് പകരം ഒരു കനത്ത മൺകൂനയിൽ അടിക്കുന്നത് പോലെയുള്ള തടിച്ച ശബ്ദമാകും അപ്പോൾ കേൾക്കുക. ഈ ശബ്ദവ്യത്യാസം കൃത്യമായി തിരിച്ചറിയാൻ ട്രാക്ക്മാൻമാർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ട്രാക്ക് പൊട്ടിമാറുന്നതിന് മുൻപ് തന്നെ അവർ ഈ തകരാറ് കൃത്യമായി കണ്ടെത്തുന്നു. അങ്ങനെ വലിയൊരു ട്രെയിൻ അപകടമാണ് ഇവിടെ ഒഴിവാക്കപ്പെടുന്നത്.